ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുക. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വി ജയശങ്കർ പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ അവലോകന യോഗത്തിലുണ്ടായി? അതായത് വിജയകുമാർ, അല്പസമയം മുമ്പാണ് പമ്പയിൽ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം പൂർത്തിയായത്. ഈ അവലോകന യോഗത്തിൽ ഏറ്റവും പ്രധാന തീരുമാനം അത് തിരക്കുള്ള ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ നിയന്ത്രിക്കുക, നിയന്ത്രണത്തിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോഴെന്തായാലും സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ, ഒപ്പം തന്നെ ഈ പോലീസ് ചീഫ് കോർഡിനേറ്റർ എന്നിവർ ഈ കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. ഇവർ അന്നാന്ന് ദിവസത്തെ തിരക്ക് പരിഗണിച്ച് ആ തിരക്ക് അവലോകനം നടത്തിയതിനു ശേഷം എത്ര സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇവർ നിശ്ചയിക്കുന്ന അത്ര ആളുകൾക്കായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. ആ എണ്ണം നിയന്ത്രിക്കാൻ ഈ സമിതിയിലൂടെ സാധിക്കും. ഈ സമിതിയുടെ ഇടപെടലിലൂടെ ഓരോ സമയത്തും ഈ എണ്ണം കുറയ്ക്കാനും കൂട്ടാനും ഈ സന്നിധാനത്തിൽ ഉൾപ്പെടെ തിരക്ക് നിയന്ത്രിക്കാനും സാധിക്കും. എന്തായാലും ഈ തിരക്ക് നിയന്ത്രണം തന്നെയാണ് ഈ യോഗത്തിന്റെ ഒരു പ്രധാന അജണ്ടയായത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സന്നിധാനത്തെ തിരക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ ഭയാനകമായ സാഹചര്യം എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഇതിനെ വിശേഷിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് യോഗം എന്തായാലും ആദ്യ അജണ്ടയായി, പ്രധാന അജണ്ടയായി തിരക്ക് നിയന്ത്രണം എടുത്തത്. ഒപ്പം തന്നെ ഈ ശുചീകരണ ജോലികൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ ജോലി ചെയ്തതിന് 400ഓളം കരാർ തൊഴിലാളികളെ നിയമിക്കാൻ ധാരണയായിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ അഭാവം ഈ ക്രമീകരണങ്ങളെ വലിയ തോതിൽ ബാധിച്ചു എന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഏകദേശം 400 പേരെ ശുചീകരണം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിയമിക്കും. ഒപ്പം തന്നെ മറ്റ് മരാമത്ത് ജോലികളൊക്കെ തന്നെ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ യോഗ തീരുമാനങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇടവേളകളിൽ അവലോകനം നടത്തും. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കാനാണ് ഇന്ന് പമ്പയിൽ ചേർന്ന ഈ ഉന്നതതല യോഗത്തിൽ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.